ഞാനൊരു ബാഗ് തയ്ക്കാൻ മുത്ത് ഉപയോഗിച്ചിട്ട് ഒരു ബാഗ് തയ്ക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഇതേമാതിരിയുള്ള ചുവപ്പ് മുത്ത് കണ്ട് ഈ ഷേപ്പാണ് ഈ മുത്ത് വരുന്നത്. ഈ ഷേപ്പ് ചുവപ്പ് കളറുള്ള മുത്തും പിന്നെ അതായത് പച്ച ഒരു നല്ലൊരു ഷെയ്ഡ് ഷൈനിങ് വരുന്ന ഒരു തരം മുത്ത് കണ്ട് ഇതേമാതിരിയുള്ള മുത്ത് പിന്നെ പേൾ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്ക്കുന്ന വിധം. ചിലവരൊക്കെ പറയുന്നതൊക്കെ അത് തയ്ച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്, അങ്ങനെയാണ്. ഈ മുത്ത് കോർക്കുന്ന ആകെ 2-3 വിധത്തിലുള്ള കോർത്താൽ മതി. പിന്നെ എന്താ കാരണം വെച്ചാൽ കളറുകളും ബീഡ്സും ഉപയോഗിക്കുന്നത് നമ്മളെ ഭാവനയ്ക്കനുസരിച്ച് നല്ല ഭാവന ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ആ കളറുള്ള മുത്ത് ചേർക്കുന്നിടത്താണ് ഇതിൻ്റെ ഈ വർക്ക് മുഴുവനും കിടക്കുന്നത്. അപ്പം നല്ല നല്ല കളറുള്ള കോമ്പിനേഷൻ വെച്ചിട്ട് മുത്തുകൾ ജോയിൻ്റ് ആക്കിയ നല്ല ഭംഗിയിലുള്ള ബാഗ് കിട്ടി. ഈ ബാഗ് മുത്ത് കോർക്കുന്നതിന് ആകെ 2 വിധത്തിൽ ഉള്ള ബാക്കി എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോർക്കാം. ഇത് ഈ പ്ലാസ്റ്റിക് നൂലാണ് ഞാൻ എടുത്തേക്കണ്ട. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനകത്ത് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം ഈ ചുവപ്പ് മുത്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. 2 കളറും മിക്സ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനെന്ത് സാധാരണ മീഡിയം ടൈപ്പ് മുത്താണ്, വല്ലാതെ വില കൂടിയ മുത്തുകളൊന്നുമല്ല, നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ പൈസയുള്ള മുത്താണുള്ളത്. ഇത് പക്ഷേ കേടാവുമൊന്നുമില്ല, ഇത് നനയ്ക്കൊന്നുമില്ല. ബീഡ്സിൻ്റെ ബാഗ് അങ്ങനെ നമ്മൾ നനയ്ക്കൊന്നുമില്ലല്ലോ, അതിനെക്കൊണ്ട് ഇത് കേടാവുമൊന്നുമില്ല. അത്യാവശ്യം ഫങ്ഷനൊക്കെ പോകുമ്പോൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും ആവേണ്ടത്, ഇതങ്ങനെ പൊട്ടിപ്പോവുകയൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഇതിൻ്റെ മുത്തിൻ്റെ ഒരു സൈഡിൽ ഇത് കോർത്തെടുത്തു. മറ്റേ ഭാഗത്ത് 3 പേൾ ബീഡ് കോർത്തെടുക്കാം. വലിയ വില കൂടിയ ബീഡ്സൊക്കെ എല്ലാവർക്കും എപ്പോഴും വാങ്ങാൻ സാധിച്ചു എന്ന് വേണ്ടി ഞാൻ അതുകൊണ്ട് മീഡിയം ടൈപ്പ് ഉള്ളത് എപ്പോഴും വാങ്ങാറുള്ളത്. ഇതേമാതിരി ഇതിൻ്റെ കൂടെ കോർത്തെടുത്തു. മറ്റേ അറ്റത്താണ് ഇത്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരേ ലെവലിൽ വെച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെ ഇതേമാതിരി വന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരറ്റം എടുത്തിട്ട് ഒരു ലെയർ എടുക്കുക. ഒരു ലെയർ എടുത്തിട്ട് ഈ ഒരു മുത്തുണ്ടല്ലോ, ഈ 2 സൈഡിലുള്ള ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങോട്ട് കോർത്തെടുക്കുക. അങ്ങനെ വന്ന് ഇതേമാതിരി വന്നത്. ഇതേമാതിരി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിപ്പോൾ 2 ലെവല് നോക്കണം. എന്താ കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരു ലെയർ കൂടുതലായി പോയാൽ നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോകും നൂല്. അപ്പോൾ അതിനെക്കൊണ്ട് 2 ഒരേ ഇതാക്കി വെച്ചിട്ട് ആദ്യം 2 ചെയ്യുമ്പോൾ ലെവലാക്കി, പിന്നെ അത് ശരി തന്നെ ഇതായിക്കോളും, പിന്നെ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇപ്പം അങ്ങനെ വന്നില്ല, ഇതേമാതിരി വന്നു. ഇനി അടുത്ത ഈ വന്നതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 3 മുത്തുകൾ കോർത്തെടുക്കുക. 3 പേൾ മുത്തുകൾ കോർത്തെടുക്കുക. പേൾമുത്ത് കോർത്തെടുത്തിട്ട് ഒരു ചുവപ്പ് മുത്ത് കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് നീളം കൂടുതലായി പോയതിനെ കൊണ്ട് ഇതിങ്ങനെ കെട്ടിപ്പിണയുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം കഴിഞ്ഞു പോയത്. ഈ ഒരു ഇങ്ങനെ കോർത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ വക്കത്ത് ഈ അറ്റത്തുള്ളതിൻ്റെ മുകളിലാണ് നമ്മൾ കോർത്തെടുത്ത് കണ്ടോ. അപ്പോൾ ഈ അറ്റത്തുള്ള ഈ മുത്തിൻ്റെ ഇതുണ്ടല്ലോ, ഇതെന്താ ചെയ്യുക വെച്ചാൽ ഇതിനുള്ളിൽ കൂടെ കോർത്തെടുക്കുക. ഈ മുത്ത് നമ്മൾക്കൊപ്പം കോർത്ത മുത്തിനുള്ളിൽ കൂടെ ഇതും കൂടി കോർത്തെടുക്കുക. ഉണ്ടോ. അപ്പോൾ അതേമാതിരി വന്നു.
ഈ ഷേപ്പിൽ വരും കണ്ടോ. ഈ ഷേപ്പിൽ ഇത് വന്ന് 3 മുത്ത് 3 എണ്ണ 6 എണ്ണം ഇതേമാതിരി കുറച്ചെടുക്കണം. ഇനി അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ അടുത്തതിൽ ഇതേമാതിരി തന്നെ 3 മുത്ത് കുറച്ച്. ഇത് എളുപ്പമാണ് ശരിക്കും. ഒന്നൊന്ന് മനസ്സ് വെച്ച് മനസ്സിലാക്കി എളുപ്പം കുറച്ചെടുക്കുന്നത്. ഒരു പ്രയാസമില്ല. ഇതേമാതിരി റൗണ്ടിലെ ഷേപ്പിൽ വേണം കുറച്ചെടുക്കാൻ. 3 ഇത് ഞാൻ കുറച്ചെടുത്തു. പിന്നെ ഒരു ചുവപ്പ് മുത്ത് കുറച്ചെടുക്കുക. ഒരറ്റത്ത് കുറച്ചെടുക്കുക, മറ്റേ അറ്റത്തിൻ്റെ ഭാഗത്ത് കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പം അങ്ങനെ വന്ന് കണ്ടോ. ഈ ഭാഗത്താണ് നമ്മൾ കോർത്തെടുത്തത്. ഈ ഭാഗം അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് കോർത്ത് നോക്കിയാൽ ശരിക്കും ചെയ്യാൻ പറ്റും. ഈ കാണുന്ന നൂലുണ്ടല്ലോ, ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളങ്ങോട്ട് എടുക്കുക. നമ്മളിപ്പോൾ കോർത്ത മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കുക. ഈ ഷേപ്പ് വന്നു കണ്ടോ. അങ്ങനെ വലുതായിട്ടാണ് അങ്ങനെ വന്ന് ഉണ്ടോ. ഇനി അടുത്ത് എന്താ വെച്ചാൽ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഈ നൂലിൻ്റെ ഉള്ളിൽ മൂന്ന് ഇത് കോർത്ത ഇതാണ് ചെയ്യുന്നത്. 3 എണ്ണം ചെയ്തില്ല. 3 പേൾമുത്ത് കോർത്തെടുക്കുക. പേൾമുത്ത് കോർത്തെടുത്തിട്ട് ഒരു ചുവപ്പ് മുത്ത് കോർത്തെടുക്കുക. അല്ലോ ഈ മുത്ത് കോർത്തതിൻ്റെ ഇതിങ്ങനെ വന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂല് മുത്ത് കോർക്കാത്ത നൂലെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് വന്നു, ഡയമണ്ട് ഷേപ്പിൻ്റെ മാതിരി. ഇപ്പോൾ അതിപ്പോൾ 5 മുത്തുകളായി. 5 മുത്ത് വന്ന് നമുക്കിനി ഒരു മുത്തും കൂടെ കുറച്ച് 6 മുത്താണ്. ഒരു ചുവപ്പ് മുത്താണ്. 6 ചുവപ്പ് മുത്താണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇതേമാതിരി 3 പേള ഒന്നും കൂടെ കുറച്ച് കൊടുക്കുക. 3 പേള ഒന്നും കൂടെ കുറച്ച് കൊടുത്തിട്ട് ഇതേമാതിരി ചുവപ്പ് ഒന്ന് കുറച്ച് കൊടുക്കുക. ചുവപ്പ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഈ അറ്റത്ത് നിൽക്കുന്ന നമ്മളെ മുത്ത് കോർക്കാത്ത നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുക. കണ്ടോ, അങ്ങനെ വരും. ഈ ഷേപ്പ് വന്നു കണ്ടോ. ഈ ഷേപ്പിൽ വന്നത് ഉണ്ടോ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുത്തുണ്ടല്ലോ ഇവിടെ, അങ്ങനെ ഇത് ഇവിടെ ആക്കി ഈ മുത്തിൻ്റെ മുകളിൽ 3 ഇത് പേള് കുറച്ച് കൊടുക്കുക. 6 ചുവപ്പ് മുത്താണ് വേണ്ടത്. 6 ചുവപ്പ് മുത്തിൻ്റെ അത് റൗണ്ട് ക്ലിയർ ആവണമെങ്കിൽ 6 മുത്തുകളാണ് കോർത്തെടുക്കുന്നത്. അതേമാതിരി 3 എണ്ണം ഞാൻ കോർത്തെടുത്ത് 3 എണ്ണം കോർത്തെടുത്തിട്ട് ഇങ്ങനെ വന്നുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പേളുണ്ട്, ഈ അറ്റത്ത് വരുന്നതുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ 3 മുത്ത് കോർത്തത് കോർത്ത് കൊടുക്കുക. കണ്ടേ, ഇതേമാതിരി കോർത്ത് കൊടുക്കുക. കണ്ടോ, ഇതേമാതിരി വന്ന് ഇപ്പോൾ ഇത് ടൈറ്റ് ആക്കിയാൽ ഇത് ശരിയായി വരും. കഴിഞ്ഞിട്ട് ഈ ഒരു നൂലുണ്ടല്ലോ നമ്മൾ കോർത്തെടുത്ത ഈ നൂല് ഇതിൻ്റെ ഉള്ളിൽ ഈ മുത്തിനുള്ളിൽ കൂടെ കോർത്തെടുക്കുക. അറ്റത്തുള്ള മുത്തിനുള്ളിൽ കൂടെ കോർത്തെടുക്കുന്നത്. ഈ ഷേപ്പ് വന്നു ഇവിടെ ടൈറ്റാക്കിയത് ശരിയായി. ഇവിടെ വന്ന് അതേമാതിരി വന്നിട്ടുണ്ട്. ഈ ഷേപ്പാണ് അതിൽ വരിക. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ള എന്താ വെച്ചാൽ നടുക്കിലൊരു പേളിൻ്റെ മുത്ത് കൊടുക്കണം. അപ്പോൾ നടുക്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെടുക്കുക. എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്രോസ് ആയിട്ട് വരുന്നതിൻ്റെ ഉള്ളിൽ ഇതിപ്പം ഈ നൂലിൻ്റെ മുകളിലാണ്
ഞാൻ ഈ നൂലിൻ്റെ മുകളിലാണ് ഞാൻ ഇത് കോർത്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മുത്തും കൊണ്ട് കോർത്തെടുക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങനെ അതേമാതിരി വന്നു. ഈ ഷേപ്പിൽ ഈ സാധനം വരണം. എല്ലാ 6 മുത്തുകൾ പിന്നെ 3 എണ്ണത്തിൻ്റെ ഇത് വരണം. അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നടുക്കിൽ ഈ 3 മുത്തുകൾ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ടല്ലോ. അതാ ഇവിടെ 3 ഇതിൽ ഈ നടുക്കുള്ള മുത്തിൻ്റെ മുകളിൽ വേണം അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അവിടേക്ക് ഈ നൂല് കൊണ്ടുവരണം. അപ്പോൾ ഈ നൂല് കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ 2 മുത്തിനുള്ളിൽ കൂടെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരിക. ഈ നടുക്കിലത്തെ മുകളിൽ വേണം. അങ്ങനെ അടുത്ത ലെയർ കോർക്കണമെങ്കിൽ അങ്ങനെ വേണം വരണമെങ്കിൽ. അതേമാതിരി കോർത്തെടുത്ത് കൊണ്ടുവന്നു. ഇനി അടുത്തത് ഈ ഭാഗത്തുള്ള മുത്തുണ്ടല്ലോ, ഈ ഭാഗത്തുള്ള മുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കോർത്ത് ഇവിടെയും കൊണ്ടുവരണം. എന്നാലേ അത് കറക്റ്റായിട്ട് അടുത്തത് കിട്ടുള്ളൂ, അടുത്ത സ്റ്റെപ്പ് കിട്ടുള്ളൂ. ഈ ഷേപ്പ് വന്ന് ഓപ്പോസിറ്റായിട്ട് വരണം. കണ്ടോ? ഈ മുത്തിൻ്റെ മേലെ ഓപ്പോസിറ്റായിട്ട് ഇത് വന്നു, ഇങ്ങനെ വന്നു. കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ ഈ നടുക്കിലത്തെ മുത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നടുക്കിലത്തെ മുത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക വെച്ചാൽ, ആദ്യം ഒരറ്റത്തെ 3 മുത്താണല്ലോ വേണം. അപ്പോൾ ഇവിടെ ഒരു മുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു തലയ്ക്കിൽ ഒരു മുത്ത് കോർത്ത് കൊടുക്കുക. മറ്റേ നൂലിൻ്റെ അറ്റത്ത് ഒരു മുത്ത് കോർത്ത് കൊടുക്കുക. കണ്ടോ? ഇതേമാതിരി കോർത്ത് കൊടുത്തു. അപ്പോൾ 2 അറ്റത്തും ഇതേമാതിരി വന്നു. കണ്ടോ? കാണിച്ചു തരാം. 2 അറ്റത്തും ഇതേമാതിരി മുത്തുകൾ വന്നു. അപ്പോൾ നടുക്കിലൊരു മുത്ത്. അപ്പോൾ 3 മുത്തായി. ഈ 2ൻ്റെ മുകളിൽ ഓരോ പച്ച വീതം കോർത്ത് കൊടുക്കുക. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഒന്ന് കോർക്കുന്നത് പച്ചേനെ കൊണ്ടാണ് കോർക്കുന്നത്. അപ്പോൾ പച്ച മുത്ത് കോർത്ത് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒരറ്റത്ത് പച്ച മുത്ത് കോർത്ത് കൊടുക്കുക. മറ്റേ അറ്റത്തെ നൂലിൻ്റെ മുകളിലും ഇതേമാതിരി പച്ചമുത്ത് കോർത്ത് കൊടുത്തു. പച്ചമുത്ത് അങ്ങനെ വന്നു. കണ്ടോ? അങ്ങനെ വന്ന് കഴിയുന്ന സമയത്ത് ഈ ഒരു നൂലെടുത്തിട്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോയി. ഞാൻ അപ്പോൾ ഇത് ഈ ഭാഗത്തേക്കാണ് കൊണ്ടുപോയി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. അങ്ങനെ അടുത്ത ലെയറിൽ വരുമ്പോൾ അതേമാതിരി വന്നു. ഇനി അടുത്ത അതേമാതിരി തന്നെ ഈ 2 മുത്ത് പച്ച കോർത്ത് അതേമാതിരി തന്നെ ഇനി 6 മുത്ത് അതേമാതിരി 4 മുത്തും കൂടെ അതേമാതിരി കോർത്തെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അതേമാതിരി വന്ന് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യുന്നതില്ല. അടുത്ത അതേമാതിരി തന്നെ 3 പെൺമുത്ത് കോർത്തെടുക്കുക. 3 എണ്ണം കോർത്തെടുക്കുക. കോർത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പച്ചമുത്ത് കോർത്തെടുക്കുക. ഒരു പച്ചമുത്ത് കോർത്തിട്ട് ഈ മുത്ത് കോർക്കാത്ത ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കോർത്തെടുക്കുന്നത്. കണ്ടോ? പച്ചേൻ്റെ മുകളിൽ ഇതേമാതിരി പച്ച ഇതിപ്പോൾ 3 മുത്തായി. ഇനി 3 മുത്തും കൂടെ കോർത്തെടുക്കുക. വീണ്ടും 3 പെൺമുത്ത് കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വേറെ ഒരു പച്ചമുത്ത് കോർത്തെടുക്കുക. പച്ചമുത്ത് കോർത്തിട്ട് ഈ കോർക്കാത്ത മുത്തിനുള്ളിൽ കൂടെ
അങ്ങോട്ട് പുറത്തെടുക്കുക. ഇതേമാതിരി വന്നു. അപ്പം 4 ഈ പച്ച. ഈ 2 കൂടെ പുറത്തെടുക്കുക. 1 പിന്നെ ഇതാ ഈ പച്ചേൻ്റെ ഉള്ളിൽ കൂടി ഒന്നുകൂടെ പുറത്തെടുക്കുക. ഇതൊക്കെ ഉണ്ട് 5 മുത്തുകളായി. ഇനി അടുത്ത 3 മുത്ത് കൂടെ പുറത്തെടുക്കുക. പുറത്തെടുത്തിട്ട് ഈ കോർക്കാത്ത മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പുറത്തെടുക്കും. ഇതേമാതിരി 6 വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു 6 മുത്തുകളായി. കണ്ണ് കാണുന്നില്ല. 6 മുത്തായി. ഇനി അടുത്ത 3 കോർക്കുക. 3 പെളുമുത്ത് കോർത്തതിന് ശേഷം ഈ കോർത്ത് വെച്ച് 6 പാടുള്ളൂ. അതിനെക്കൊണ്ട് ഈ കോർത്ത് വെച്ച ഈ അറ്റത്തുള്ള ഈ മുത്തിൻ്റെ ഇതിനുള്ള കൂടെ ഇതിങ്ങോട്ട് പുറത്തെടുക്കുക. കണ്ടേ? അപ്പോൾ ഇവിടെ ഇത് ടൈറ്റായി വരും. നൂലിൻ്റെ കുടുങ്ങിയിട്ട് ഇങ്ങനെ വരും. ഇത് വലിച്ചത് ശരിയാക്കി ശരിയാക്കും. അങ്ങനെ വന്ന് ഇനി അടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നൂലുണ്ടല്ലോ, ഈ കോർക്കാത്ത നൂല് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പുറത്തെടുക്കണം. ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തെടുക്കുക. ഈ ഷേപ്പ് വന്ന് ഇവിടെ ഒരു നടുക്കിലൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നടുക്കിലൊരു പേൾമുത്ത് കൊടുക്കണമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് വരുന്ന മുത്തിനുള്ളിൽ കൂടെ എന്തിങ്ങോട്ട് പുറത്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ അത് ടൈറ്റായി വന്നോളൂ. ഉണ്ടോ? ഇതേമാതിരി വന്നു. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ നടുക്കലത്തതിൻ്റെ മുകളിൽ വെച്ച് അതേ നീളത്തിലുള്ള നടുക്കലത്തിൻ്റെ മുകളിൽ വേണം ഇവിടെ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ നൂല് ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്ത് കൊടുക്കുക. ഈ നടുക്കലത്തിൻ്റെ ഓപ്പോസിറ്റിൽ വരണമെങ്കിൽ ഇതിങ്ങോട്ട് പുറത്ത് കൊടുക്കുക. കണ്ടോ? ഇനി ഇവിടെ ഈ നൂല് ഇവിടെയാണ് നിൽക്കുന്നത്. ഈ മുത്തിനുള്ളിൽ കൂടിയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ പുറത്ത് കൊടുക്കണത്. കണ്ടോ? പേളിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിവിടെ നമുക്ക് ഇവിടെയല്ലേ ഇപ്പം കിട്ടുന്നതിനെ കൊണ്ട് ഈ മുത്ത് വേണമെങ്കിൽ നമുക്ക് എല്ലാ പേളിൻ്റെ ഉള്ളിൽ കൂടിയും കൊണ്ടുവരണമെന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുറത്ത് കൊടുത്താൽ മതി. വരാനുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഏകദേശം കോർത്ത് ശരി അറിഞ്ഞ് തുടങ്ങിയാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഈ നടുക്കലത്തിൻ്റെ മുകളിലാണല്ലോ ഈ മുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരെ കൊണ്ടുവരണം.
ഇങ്ങനെ വന്നു കണ്ടോ. അപ്പോൾ അതേമാതിരി ഒരു ചുവപ്പ് ഒരു പച്ച, ഒരു ചുവപ്പ് ഒരു പച്ച വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഇനി അടുത്ത ചെയ്യുന്ന ഒരു ലെയറും കൂടെ ചെയ്യുന്ന ഇതേമാതിരി 9 മുത്തുകൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 എണ്ണമായി, ചുവപ്പ് 1 പച്ച 1 2 എണ്ണമായി. ഈ 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി 7 എണ്ണം ചെയ്തെടുക്കണം. 7 എണ്ണം ചെയ്തെടുത്താലാണ് ഇതിൻ്റെ ഇതാവും. അപ്പോൾ ഇവിടെ നടുക്കിൽ ഇതാ ഒരു മുത്ത് കണ്ടില്ലേ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ പേളുകൾ വീതം ഒരു പ്രാവശ്യം കൂടെ കോർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അങ്ങനെ അടുപ്പിച്ച് നമ്മൾ കോർത്തെടുക്കണം. ഇതവിടെ കണ്ടു, അങ്ങനെ എടുത്തു. അങ്ങനെ എടുത്തതിന് ശേഷം അടുത്തതിൻ്റെ മുകളിൽ ഒരു ചുവപ്പ് കോർത്ത് കൊടുക്കുക, മറ്റേതിൻ്റെ ഭാഗത്ത് ഒരു ചുവപ്പ് കോർത്ത് കൊടുക്കുക. അതേമാതിരി ചുവപ്പ് കോർത്ത് കൊടുത്തതിന് ശേഷം അതേമാതിരി വന്നു കണ്ടോ. ഇതേമാതിരി വന്നാൽ ഈ അറ്റത്തുള്ള നൂല്, ഈ അറ്റത്തെ നൂലിനെ കൊണ്ട് ഈ ഇതിനുള്ളിൽ കൂടെ കോർത്തെടുക്കുക കണ്ടോ. ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഒരു മൂന്നെണ്ണം നടുക്കിൽ 3 എണ്ണം വെച്ചിട്ട് ചെയ്തെടുത്തു കണ്ടോ. ഇവിടെ 3 മുത്തുകൾ വന്നു കണ്ട്. അടുത്ത ഇതേമാതിരി തന്നെ അതേ റൗണ്ട് തന്നെ ചെയ്തെടുക്കുക. 3 മുത്ത് 3 പേള മുത്ത് കോർത്തെടുക്കുക. ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരുന്നേ ഉള്ളൂ, ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ഒന്നും കൂടെ അറിയാത്തവർക്ക് മനസ്സിലാവാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തേ. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചുവപ്പ് കോർത്തെടുത്തിട്ട് ഈ മുത്ത് കോർക്കാത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കോർത്തെടുക്കുക. അങ്ങനെ വന്നു. വീണ്ടും 3 മുത്ത് കോർത്തെടുക്കുക. ഒരു ചുവപ്പ് മുത്ത് കോർത്തെടുക്കുക. ചുവപ്പ് കോർത്തെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കോർത്തെടുക്കുക. അടുത്ത് 3 പേള വീണ്ടും കോർക്കുക. മൂന്ന് പേള കോർത്തെടുത്ത് ഒരു ചുവപ്പ് കോർക്കുക. അഞ്ച് മുത്തായി ഇപ്പോൾ ഇവിടെ കണ്ട്. ഇനി ഒരു മുത്തും കൂടി കുറക്കാനുള്ളൂ. 3 പേള പിന്നെയും കുറക്കുക. പിന്നെ ഒരു ചുവപ്പ് മുത്ത് കോർത്താൽ ചുവപ്പ് മുത്ത് വന്നതിന് ശേഷം അങ്ങനെ 6 പേളുകൾ നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത 3 എണ്ണം കോർത്തെടുക്കുക. 3 പേള് 3 പേൾമുത്ത് കോർത്തെടുത്തിട്ട് ഈ അറ്റത്ത് വരുന്ന ഇതിനുള്ളിൽ കൂടെ ഇതിങ്ങോട്ട് കോർത്തെടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ വക്കത്ത് കാണുന്ന ഈ നൂലുണ്ടല്ലോ, ഇതാ ഇതിനുള്ളിൽ കൂടെ കറുത്ത് വന്ന ഈ നൂല് ഇതാ ഇതിനുള്ളിൽ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ ഉള്ളിൽ കൂടെ 2 എണ്ണം കൊണ്ട് കോർത്തെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ വന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടുക്കിൽ ഒരു പേളിൻ്റെ മുത്ത് കോർത്ത് കൊടുക്കണം.
ഒരു പേളിൻ്റെ മുത്ത് കോർത്ത് എടുത്തിട്ട് ഈ ഓപ്പോസിറ്റിൽ വരുന്നതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കോർത്ത് വിടും. ഇങ്ങനെ വന്നു. ഇനി അടുത്തത് ഈ നടുക്കലത്തേൻ്റെ മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നടുക്കലത്തേലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ മതി. ഇത് ഈ മുത്ത് ഇവിടെ കൊണ്ടുവരണം, എവിടെ ഈ ഭാഗത്ത് കൊണ്ടുവരണം, എന്നാലേ ഇത് പുറത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുത്തിട്ട് ഈ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുറത്തെടുത്താൽ മതി. അങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കുക. അപ്പോൾ അത് ശരിക്കും വന്നോളൂ. ഇതേമാതിരി വരും. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഒരു ചുവപ്പ്, ഒരു പച്ച, ഒരു ചുവപ്പ്, അതേമാതിരി 9 അതേമാതിരി ചെയ്തെടുക്കണം. അപ്പോൾ 1, 2, 3 കഴിഞ്ഞ് 9 ഒരു പച്ച, ഒരു ചുവപ്പ്, ഒരു പച്ച, ഒരു ചുവപ്പ് അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് നീളത്തിൽ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി ഞാൻ 9 നീളത്തിൽ ചെയ്തെടുത്തതല്ലേ. 9 ഉണ്ട്. 9 വലിപ്പത്തിൽ വെച്ച്. ഇനി അടുത്ത ഇത് പാർട്ട് 1 ആണ്. ഇനി അടുത്ത ചെയ്യുന്ന വിധം വേറെ കാണിച്ചു തരാം. ഇവിടെ